അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മെഗാ വിജ്ഞാപനങ്ങൾ ഈ ആഴ്ച വന്നു തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ധാരാളം അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ പോകുന്നത്. 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവൽ ഇങ്ങനെയുള്ള ധാരാളം അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ പോകുന്നത്. LD ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ, അങ്ങനെ ധാരാളം തസ്തികകളിലാണ് വിജ്ഞാപനങ്ങൾ വരാൻ പോകുന്നത്. SSCയുടെ മെഗാ വിജ്ഞാപനങ്ങൾ ഈ ആഴ്ച വരാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. കേന്ദ്ര സർവീസിലേക്കുള്ള പ്രധാന തസ്തികകളിലേക്കുള്ള 2025 മെഗാ വിജ്ഞാപനങ്ങൾ ഈ ആഴ്ച വന്നു തുടങ്ങും. അപ്പോൾ ഈ ആഴ്ച വരുന്ന പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളാണ് സ്റ്റെനോഗ്രാഫർ, ഹിന്ദി ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങളാണ് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. 40 വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, SC/ST വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വയസ്സിളവുണ്ട്. 40 വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എല്ലാ പരീക്ഷകൾക്കും കേരളത്തിൽ സെന്ററുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സെലക്ഷൻ പോസ്റ്റുകൾ, SSCയുടെ സെലക്ഷൻ തസ്തികകളായ വിജ്ഞാപനത്തിന് 10ാം ക്ലാസ്, +2 കൂടാതെ ഡിഗ്രി ലെവലിലുള്ള തസ്തികകളും എല്ലാം തന്നെ മെഗാ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനങ്ങളാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റെനോഗ്രാഫർ, ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് ഈ ആഴ്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ. കൂടാതെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കേന്ദ്ര സർവീസിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ തസ്തികകളിലേക്കുള്ള പരീക്ഷയ്ക്ക് ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലെയും ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി വിഭാഗത്തിലുള്ള തസ്തികകളിലായിരിക്കും നിയമനങ്ങൾ നടക്കാൻ പോകുന്നത്. അതിനകത്ത് വിവിധ വകുപ്പുകളിലെ അസിസ്റ്റന്റ് സെലക്ഷൻ ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ്, ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, CBI, അതുപോലെ തന്നെ ഓഡിറ്റർ, അക്കൗണ്ടന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിൽ വിജ്ഞാപനങ്ങൾ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടാതെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതായത് +2 യോഗ്യതയുള്ള വിജ്ഞാപനങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലാണ് നിയമനം. LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 19,900 മുതൽ 63,200 വരെയും, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 25,500 മുതൽ 81,100 രൂപയുമാണ് ശമ്പളം. കഴിഞ്ഞ വിജ്ഞാപനത്തിൽ 2024 ഏപ്രിൽ വിജ്ഞാപനത്തിൽ 3,712 ഒഴിവുകൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 10th ലെവലിലുള്ള വിജ്ഞാപനങ്ങളെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. 10th ലെവലിലുള്ള വിജ്ഞാപനങ്ങൾ ധാരാളം വിജ്ഞാപനങ്ങളാണ് 10th ലെവലിലുള്ളത് വരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ കൂടാതെ ഈ കോൺസ്റ്റബിൾ, കേന്ദ്ര സായുധ സേന പോലീസ് തസ്തികകളിലേക്കുള്ള കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 10ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. കൂടാതെ വനിതകൾക്കും നിശ്ചിത കോട്ടയുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, BSF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, അതുപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് റൈഫിൾ എന്നിവയിലേക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലേക്കും ഒഴിവുകളിലേക്കാണ് SSC മുഖേന നിയമനം നടത്തുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം അവസരങ്ങളാണ് SSC വഴിയുള്ള മെഗാ വിജ്ഞാപനങ്ങൾ വഴി തുടർന്നുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. മെഗാ വിജ്ഞാപനങ്ങളിൽ പ്രധാനപ്പെട്ട തസ്തികകളായ LD ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലൊക്കെ തന്നെ വിജ്ഞാപനങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് SSCയുടെ സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ വരുന്ന അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഓരോരുത്തർക്കും യോഗ്യതയുള്ള തസ്തികകളിലേക്ക് ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നമ്മൾ PSC പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ റാങ്ക് മേടിക്കാൻ പറ്റുകയും ജോലി കരസ്ഥമാക്കാൻ പറ്റിയ വിജ്ഞാപനങ്ങളാണ് SSC വഴിയും വരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ അതിനെക്കുറിച്ച് ഭയപ്പാടോട് കൂടി കാണേണ്ട ആവശ്യമില്ല. അതിനെയും നല്ല രീതിയിൽ ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ നല്ല ഉയർന്ന ഉദ്യോഗം വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പ്രസ്തുത കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.